ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പെണ്ണിന് സ്വർഗത്തിലേക്ക് പോവാൻ 4 കാര്യം മതി. അൽ മർഅതു ഇന്നൽ മർഅത ഇദാ സല്ലത്ത് ഖംസഹാ വസാമത് ശഹ്റഹാ വഅഹ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഫൽതദ്ഖുൽ മിൻ അയ്യി ബാബിൽ ജന്നത്തി ശാഅത്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. ഇമാം തുർമുദിയെ പോലെയുള്ളവരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് അവൾ 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചു. ഒരു പെണ്ണ് അവൾ പരിശുദ്ധ റമദാനിന്റെ നോമ്പിനെ അവൾ പിടിച്ചു വീട്ടി. 2 കാര്യം പറഞ്ഞിട്ടോ. 1 5 വഖത്ത് നിസ്കാരം, 2 നോമ്പ്. ഇത് രണ്ടിലും വിട്ടുവീഴ്ചയുണ്ട്. നിസ്കാരാവട്ടെ അവൾ മാസത്തിൽ 5 6 ദിവസം നിസ്കരിക്കാത്ത ദിവസങ്ങളുണ്ട്. അത് ഖളാ വീട്ടേണ്ടതില്ല. അള്ളാഹു വിട്ടുവീഴ്ച കൊടുത്തു. അള്ളാഹുവുമായി ബന്ധമുള്ള കാര്യം നിസ്കാരം, അള്ളാഹുവും അവളും തമ്മിലുള്ള കാര്യമാണ് നോമ്പ്. ഒരു കൊല്ലം നോമ്പ് പിടിക്കാൻ നേരത്തെ ഒരു 5 6 ദിവസം അവർക്ക് നഷ്ടപ്പെട്ടു. അടുത്ത റമദാൻ മുമ്പ് അത് എപ്പോഴേലും ഖളാ വീട്ടിയാൽ മതി. അള്ളാഹുവുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യ നോമ്പ്. അതിലും അള്ളാഹു വിട്ടുവീഴ്ച കൊടുത്തു. ഒരു കൊല്ലത്തിനുള്ളിൽ അത് കടം വീട്ടിയാൽ മതി. 4 കാര്യം എന്നാ പറഞ്ഞത്. 2 കാര്യം പറഞ്ഞു. 2ൽ ആദ്യത്തെ 2 അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു അതിൽ അവൾക്ക് വിട്ടുവീഴ്ച കൊടുത്തു. 4 കാര്യമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും അവൾക്ക് കടന്നു പോകാനുള്ള ലൈസൻസ് കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും പോവാം. അങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് അവൾക്ക് കിട്ടി. സ്വർഗത്തിലേക്ക് ഒരു ലൈസൻസ് അവൾക്ക് കിട്ടി. സ്വർഗം കിട്ടുന്നത് ഒരാൾക്ക് ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ഞെരുങ്ങി അങ്ങ് പോവാനായിരിക്കും. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അവർ പോണ ആ കൂട്ടത്തിക്കട അവർ പോണവരെ വെയിറ്റ് ചെയ്യണം, ഒന്ന് കാത്തിരിക്കണം. അവരുടെ കൂടെ ഞെരുങ്ങി ഏറ്റവും ലാസ്റ്റ് പോയാൽ മതി. അങ്ങനെ ആയിരിക്കും കിട്ടും. ഇനി ഒരാൾക്ക് സ്വർഗം കിട്ടിയാൽ അത് ഇന്ന ഒരു വാതിലിലൂടെ തന്നെ പോകാവൂ എന്ന് അയാൾക്ക് ടോക്കൺ കൊടുത്തിരിക്കും. ഇതല്ല പറഞ്ഞത്. 4 കാര്യം ചെയ്യുന്ന പെണ്ണിന് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശം കൊടുക്കുന്നത് സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും പോകാമെന്നുള്ള ആനുകൂല്യത്തിന്റെ കിട്ടല. ഈ 4 കാര്യം മതി. അതിൽ 2 പറഞ്ഞു. 1 ഫർദ് നിസ്കാരം, 2 ഫർദായ നോമ്പ്. ആ 2 കാര്യത്തിലും വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ 4 മതി എന്ന് പറഞ്ഞതിന്റെ ഇനിയുള്ള 2 കാര്യത്തിൽ എത്രമാത്രം കർശനമായിരിക്കും. 3ാമത്തെ കാര്യം കേട്ടോ. അഹ്സനത്ത് ഫർജഹാ. അവളുടെ നാണത്തെ അവൾ സൂക്ഷിച്ചാൽ, അവളുടെ സൗന്ദര്യത്തെ അവൾ സൂക്ഷിച്ചാൽ അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഭർത്താവിനോട് അനുസരണ കാണിക്കുന്നതിലും വിട്ടുവീഴ്ചയില്ല. ഭർത്താവിനെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചാൽ ഈ 4 കാര്യങ്ങൾ അവൾക്ക് ഫൽതദ്ഖുൽ മിൻ അയ്യി ബാബിൽ ജന്നതി ശാഅത്. സ്വർഗത്തിന്റെ 8 കവാടത്തിൽ ഇഷ്ടമുള്ളതിലൂടെ അവൾ കയറിക്കോട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആനുകൂല്യം വെച്ചിരിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ആ ഒരു ആനുകൂല്യാണ് നമ്മൾ പറഞ്ഞു. തുടങ്ങിയപ്പോ പറഞ്ഞു ദജ്ജാൽ വരുന്നതിന്റെ പ്രധാന അടയാളം സ്ത്രീകളിൽ ലജ്ജ ഇല്ലാതെ വരുന്ന ഒരു കാലം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ചീത്തയായാലോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു അസാകിർ തന്റെ ഹിൽയയിൽ രേഖപ്പെടുത്തുന്നു. ഇന്ന ഫുജൂറൽ മർഅതി അൽ ഫാജിറതി കഫുജൂരി അൽഫി ഫാജിർ. 1000 ആണ് ചീത്തയാകുന്നതിന്റെ സ്ഥാനത്താണ് ഒരു പെണ്ണ് ചീത്തയായാൽ 1000 ആണ് വെടക്കാകുന്ന സ്ഥാനത്താണ് ഒരു പെണ്ണ് വെടക്കായാൽ. 1000 ആണുങ്ങൾ ചീത്തയായാൽ ഒരു സമൂഹത്തിൽ എന്ത് സംഭവിക്കും? അത്രയും നഷ്ടം ഒരു പെണ്ണ് ചീത്തയായാൽ. അവർ പെട്ടെന്ന് കണ്ട് ചീത്തയാവുന്നാവില്ല. അള്ളാഹു എല്ലാവരും നന്നാക്കട്ടെ. അങ്ങനെയാണ്. വഇന്ന ബിർറൽ മർഅത്തിൽ മുഅ്മിനതി കഅമലി 70 സിദ്ദീഖാ. ഒരു സാലിഹത്തായ പെണ്ണ് ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ 70 സിദ്ദീഖീങ്ങളായ മഹാന്മാർ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ പദവിയാ. ചെറിയ കാര്യമല്ല. സിദ്ദീഖീങ്ങളായ മഹാന്മാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരവര്, ജീവിച്ചു മരിക്കുന്നവരെ മറിയം ബീവിയെ പോലെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാനവറുകൾ തെറ്റ് ചെയ്തിട്ടില്ല. ഖദീജത്തുൽ കുബ്രയെ പോലെ അവരൊന്നും തെറ്റുകൾ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. അവർ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പും ചെയ്തിട്ടില്ല,
ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തക്ലീഫില്ല എന്നാൽ പോലും ഇസ്ലാമിക നിബന്ധനയിൽ അത് തെറ്റാകുന്ന കാര്യം അബദ്ധത്തിൽ പോലും അവർ ഇസ്ലാം ആവുന്നതിന് മുമ്പ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയുള്ളവർക്ക് സിദ്ദീഖ് എന്ന് പറയാം. ചെറുപ്പം മുതലേ അവര് തെറ്റ് ചെയ്യാത്തവര്. അങ്ങനെയുള്ള ആളുകൾ 70 പേര് ചെയ്യുന്ന അമലായിരിക്കും ഒരു മൂമിനത്തായ നല്ല പെണ്ണ് ചെയ്യുന്ന അമൽ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. അള്ളാഹു അതെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നീ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലേക്ക് വേഗം പ്രവേശനം കിട്ടുന്ന 4 കാര്യങ്ങളിൽ മൂന്നാമത്തേത് അവരുടെ സൗന്ദര്യത്തെ സൂക്ഷിച്ചാൽ. അങ്ങനെയാണ് പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ലജ്ജ നഷ്ടപ്പെടുന്ന ചില ഇടങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നോടത്ത് ലജ്ജ നമ്മൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നോടത്ത് മഹാന്മാരായ തസവ്വുഫിന്റെ ഉലമാ പറയുന്നുണ്ട്, സഹോദരിമാരുടെ ഔറത്ത് പോലെ തന്നെയാണ് ഒരു വീടിന്റെ പിൻഭാഗം. കാരണം എന്താ? അത് സ്ത്രീകൾ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപഴകുന്ന ഭാഗമാണ്. വീടിന്റെ അടുക്കള ഭാഗം, പിന്നിലെ ഭാഗം. ആ ഭാഗത്തേക്ക് ഒരു അന്യ ആണ് കടന്നു ചെല്ലാൻ പാടില്ല. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന ഭാഗത്തേക്ക് അന്യ ആണ് കടന്നു ചെല്ലാൻ പാടില്ല. ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ ഭാഗം ഔറത്തിന്റെ പരിഗണന പോലെ ഒരു വീടിന്റെ പിന്നാമ്പുറത്തെ കാണേണ്ടി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. سورة النور. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ, നിങ്ങളുടേത് അല്ലാത്ത മറ്റൊരാളുടെ വീട്. ഇപ്പൊ നമ്മൾ പറയണ എവിടെയൊക്കെ പോണേ? ഞാൻ മോളുടെ വീട്ടിൽ പോണേ. ആരുടെ വീട്ടില്? മോളുടെ വീട്ടില്. എവിടെയൊക്കെ പോണേ? ഞാൻ എന്റെ മൂത്ത മോന്റെ വീട്ടിൽ പോവാ. അപ്പൊ ആരുടെ വീട്? മൂത്ത മോന്റെ വീട്. നിങ്ങളുടെ വീടല്ലാത്ത വേറെ ഏത് വീട്ടിലേക്ക് പോയാലും എന്നാ പറഞ്ഞത്. അതെന്റെ മോന്റെ വീടല്ല. മോന്റെ ആണെങ്കിലും മോന്റെ തന്നെ അത്. നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുന്നുവെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നല്ല, നിങ്ങൾ ചെല്ലുന്നതിന്റെ പേരിൽ ആ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടെങ്കിലേ ആ വീട്ടിലേക്ക് നിങ്ങൾ പോവാവൂ. അനുവാദമുണ്ട്, പക്ഷെ വരുന്നതിന് സന്തോഷമില്ല. നമ്മൾ ചെല്ലുന്നതിന് അവർക്കൊരു എതിർപ്പില്ല, അനുവാദമുണ്ട്, ചെന്ന് നമ്മളോട് ഇറങ്ങി പോകാനൊന്നും പറയില്ല. പക്ഷെ ചെല്ലുന്നതിൽ സന്തോഷക്കുറവുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നാ. എന്തുകൊണ്ടൊരു വീട് ഔറത്താണ്. ഇവിടെയാണ് ഒരാളുടെ മെസ്സേജ്, ഒരാളുടെ വാട്സാപ്പ് മെസ്സേജ് അയാളുടെ അനുവാദമില്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല. അത് എങ്ങനെ ഞാൻ അതിനെ തുലനം ചെയ്തു? ഒരാളുടെ കത്ത് പൊട്ടിച്ചു വായിക്കാൻ മറ്റൊരാൾക്ക് അനുവാദമില്ല. വീട് പോലെ മഹാന്മാരായ ഇമ്മത്ത് ഇങ്ങനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ കത്തയക്കും, മരുമോൾക്കുള്ളത് അമ്മായിമ്മ വായിക്കാൻ പാടില്ല, എന്നിട്ട് അതുപോലെ തന്നെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റൂല. പൊട്ടിച്ചറിയണ രീതിയിലുള്ള ഒട്ടിച്ചിട്ടായിരിക്കും ചില കത്ത് അവിടുന്ന് വിടാം. ഇത് എന്തായാലും പൊട്ടിച്ച് വായിച്ചത് സ്റ്റാപ്ലർ ചെയ്താണ് എന്ത് ചെയ്താൽ മതി. അപ്പൊ ഒക്കെ തൊട്ടി കളഞ്ഞിട്ട് അതേ കുഴി തന്നെ വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാപ്ലർ പൊട്ടിച്ചറിയില്ല. ചില പശ പൊട്ടിച്ച ഒരൊറ്റ പൊട്ടിക്കൽ അത് പിന്നെ ഒട്ടിച്ചറിയും. ആ രീതിയിലുള്ള ഒട്ടിക്കലും ഉണ്ടായിരുന്നു പണ്ട്. അപ്പോ ഒരാളുടെ കത്ത് മറ്റൊരാൾ വാങ്ങാൻ പാടില്ല, വായിക്കാൻ പാടില്ല. ഒരാളുടെ മെസ്സേജ് മറ്റൊരാൾ എടുത്ത് നോക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ അതിന്റെ ഉടമസ്ഥന് സന്തോഷമില്ലെങ്കിൽ പാടില്ല. മാത്രവുമല്ല, ഫഇല്ലം തജിദൂ ഫീഹാ അഹദാ, ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വീട്ടുകാരില്ലെങ്കിൽ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദമില്ലാതെ ആ വീട്ടിലേക്ക് നിങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിലും കയറാൻ പാടില്ല.
ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മടങ്ങിപ്പോകണേ, പിന്നെ വരണേ. ഫർജിഉ, പിന്നെ ന്യായം പറയാൻ നിൽക്കണ്ട, മടങ്ങിപ്പോരെ. ഹുവ അസ്കാ ലക്കും, അതാണ് നല്ല സംസ്കാരം എന്ന് ഖുർആൻ. അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നാണമെന്ന് പറയുന്ന ഒന്ന് നമ്മൾ പരിഗണിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്ത് നമ്മോട് പറഞ്ഞത്. എങ്കിൽ ഇനി കേട്ടോളൂ, സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം വീടിന്റെ റൂമിലേക്ക് കടന്നു ചെല്ലാനും അനുവാദം വേണം. സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ അനുവാദം നമുക്ക് വേണം, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും. കാരണം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആദ്യം പറഞ്ഞതിന്റെ ബാക്കി പറയാനുണ്ട്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആ വീട്ടുകാരന്റെ അനുവാദം സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകളുണ്ട്, എന്തേ ഫോൺ വിളിച്ചാലും അറിയും ഉണ്ട് എന്ത് ആരാന്ന് മനസ്സിലായ, ആരാ എന്ന് ചോദിക്കും. ആരാന്ന് അങ്ങോട്ട് ആദ്യം പറയാ, അതാണ് എൻ്റെ ഒരു മര്യാദ. വല്ല ആണ്ടിലും കൊല്ലത്തിലും. ഈ അടുത്ത ദിവസം ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു. ആ ആള് വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. 10 കൊല്ലെങ്കിലായിട്ടുണ്ടാവും ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഫോണിൽ വിളിച്ച. 10 കൊല്ലത്തിൽ കുറയൂല. അത്രത്തോളം അകലെ, അത്രയും കാലം അകലെ വിളിച്ച ഒരാള് ഈ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ആരാ? മനസ്സിലായില്ലേ? ഇല്ല. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. ആരാന്ന് പറ. ഞാൻ അറിഞ്ഞാലേ പറയാൻ പറയുക ആരാന്ന് വെച്ചാൽ ആളിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിച്ചോണ്ടിരിക്കുക. സത്യത്തിൽ ദേഷ്യം വരും. ദേഷ്യം വരാതെ മാക്സിമം ഒന്ന് പിടിച്ചു നോക്കി. പറയണില്ല. അവസാനം പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ പറയാതെ മനസ്സിലാവും. പറഞ്ഞിട്ടും സംഗതി നമ്മുടെ നാട്ടുകാരനാണ്, പെരുമ്പാവൂരുകാരനാണ്. പക്ഷെ പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവണില്ല. ഈ ആരാ എന്തോ ഒരാവശ്യത്തിന് പണ്ടെങ്ങാണ്ട് വിളിച്ചതാണ്. ആ ആള് ഇപ്പൊ ഒരാവശ്യം വന്നപ്പോ 10 കൊല്ലം കഴിഞ്ഞപ്പോ, ഏതാണ്ട് 10 കൊല്ലമായിട്ടുണ്ടാവും. കാരണം ഞാൻ കണക്കൂട്ടിയിട്ട് 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. വിളിച്ചിട്ട് ആരാന്ന് വെച്ചാൽ അങ്ങനെ അതൊരു മര്യാദയല്ല. ആരാണെന്ന് ആദ്യം അങ്ങോട്ട് പറയണം. ഹലോ, ആരാണ്? ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വിളിക്കുന്നു, എന്തെങ്കിലും അസൗകര്യം ഇപ്പോൾ ഉണ്ടോ? എനിക്ക് ഒരു കാര്യം സംസാരിക്കാനാണ്, ഞാൻ ചെറിയൊരു അസൗകര്യത്തിലാണെന്ന് പറയാൻ ഈ ഫോൺ ഇപ്പുറത്തെടുത്തിരിക്കുന്ന ആൾക്ക് ഒരു മടിയുണ്ടാവും ചിലപ്പോൾ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്ത് വേണം, എന്തെങ്കിലും അസൗകര്യത്തിലാണോ ഞാനൊരു കാര്യം, നമ്മുടെ SMK തങ്ങൾ അങ്ങനെ സംസാരിക്കാം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസൗകര്യത്തിലാണോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടോ എന്ന് ചോദിക്കും. അതൊരു വലിയ അദബാണിത്, അതൊരു ബഹുമാനമാണ്, അതൊരു മര്യാദയാണ്. അങ്ങനെ ചോദിക്കുന്നു. എന്ന പോലെ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരാ? ഞാനാണ്. ആര്? ഞാനോ? അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ സ്വഹാബിയ ജാബിർ, ഒരുപാട് ഹദീസ് പറഞ്ഞിട്ടുള്ള, ഒരുപാട് യുദ്ധങ്ങളിൽ പുണ്യ നബിയുടെ കൂടെ ബദറിലൊക്കെ പങ്കെടുത്ത സ്വഹാബിയ റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടപ്പോ കുറച്ച് കടവും ബാധ്യതയൊക്കെ ഉണ്ട്. വാപ്പാടെ കടം വീട്ടണം. ഹബീബായ നബിയുടെ അടുക്കിലേക്ക് ചെല്ലാണ് വിവരം പറയാൻ. വാപ്പ മരിച്ചു നബിയെ, വാപ്പാക്ക് ഒരുപാട് ബാധ്യത ഉണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം വേണം, ഈ ബാധ്യത വീട്ടണം. ഈ കടബാധ്യതയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അള്ളാന്റെ ഹബീബുമായി വലിയ അടുപ്പുള്ള ആളാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. ചെന്നപ്പോ ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബി, എന്റെ വാപ്പാന്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ഞാൻ നബിയുടെ വീട്ടിലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്ന സമയത്ത് ഞാൻ വാതിലിൽ തട്ടി. ആ സമയത്ത് ആരാണെന്ന് നബി തങ്ങൾ വീടിന്റെ അകത്ത് നിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫഖുൽതു അന. അനയുടെ അർത്ഥം എന്താ? ഞാനാണ് നബിയെ. നബി തങ്ങൾ ചോദിച്ചു ആരാണ് പുറത്ത്? ഞാനാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഫഖാല അന ഞാൻ. ആരാണ് ഞാൻ? കഅന്നഹു കരിഹഹാ, ഞാൻ എന്ന് വാതിൽക്ക് നിന്നുകൊണ്ട് സംബോധന ചെയ്ത് പരിചയപ്പെടുത്തിയത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല
എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് അള്ളാഹുവിന്റെ ഹബീബ് ആ കാര്യത്തിൽ ഇഷ്ടം കാണിച്ചില്ല എന്ന് മഹാനവറുകൾ പറയാം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ആര്? ഞാനാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാനാണത് ഇപ്പൊ അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം പേര് പറയണം, പിന്നെ പേര് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ വീട്ടുപേര് പറയണം, എന്നിട്ട് മനസ്സിലായില്ലേ ഇന്നാലിന്റെ വീട്ടുപേരിലുള്ള ഇന്നാളുടെ മകനാണെന്ന് പറയണം, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നാട്ടുകാർ വിളിക്കുന്ന ഇരട്ടപ്പേരുണ്ടല്ലോ അത് പറഞ്ഞേ പറ്റൂ. ആ രീതിയിൽ അങ്ങനെയാണ്. ഇനി കേട്ടോളൂ, വീട്ടിലാണെങ്കിൽ പോലും ലജ്ജയുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും മറയ്ക്കൽ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. അവനവൻ തന്നെ അവനവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിൽ പോലും നിയന്ത്രണമുണ്ടെന്ന് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ദഹീറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ സലാസ ഉറാത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലെ ചെറിയ മക്കളാണേൽ പോലും വാപ്പയും ഉമ്മയും ഉറങ്ങുന്ന റൂമിലേക്ക് കടന്നു വരാൻ. ചെറിയ മക്കളോട് പോലും ഇത് പറഞ്ഞെങ്കിൽ വലിയ ആളുകളോട് ഇനി പറയേണ്ടതില്ല. ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മറാത്ത്. 3 സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടേ റൂമിലേക്ക് കടന്നു വരാവൂ. മോൻ കിടന്നുറങ്ങുന്ന റൂമിലേക്ക്, മകന്റെ റൂമിലേക്ക് ഉമ്മ വരാനൊന്ന് വാതിലിൽ തട്ടണം, മോനേന്ന് വിളിക്കണം. ഉമ്മ കടന്നു വരാൻ പറ്റോ? പോരെ ഉമ്മ. മകളുടെ റൂമിലേക്ക് ഉപ്പ കടന്നു ചെല്ലാൻ. മക്കള് വലുതായി, ചെറിയ കുട്ടികളാണേൽ പോലും അനുവാദം ചോദിക്കണമെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. ചെറിയ മക്കളോട് പോലും അനുവാദം ചോദിച്ചിട്ട് വരാവൂ എന്ന് പഠിപ്പിച്ചു വെക്കണം 3 സന്ദർഭങ്ങളിൽ. ഒന്നാമത്തേത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബഹിക്ക് മുമ്പാണ് ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ കടന്നു വരേണ്ടത് എങ്കിൽ അനുവാദം ചോദിച്ചേ പറ്റൂ. സുബഹിക്ക് മുമ്പ് പറയാലോ സമയം. സുബഹിക്ക് മുമ്പ് 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ എണീക്കുന്ന മക്കളുണ്ടാവും. വാപ്പാടെയും ഉമ്മാടെയും റൂമിലേക്ക് മക്കൾ കടന്നു വരാതെ അവർ അനുവാദം ചോദിക്കാൻ വാതിൽ ലോക്കിടേണ്ടവരും ചിലപ്പോ. മക്കളോടത് പറയണം. അല്ലെങ്കിൽ മുട്ടിയിട്ട് വരണം. മുട്ടിയിട്ട് വരാത്ത മക്കളാണ് എന്ത് ചെയ്യണം? ലോക്കിട്ട് എന്തായാലും ഉറപ്പായിട്ടും പിള്ളേര് മുട്ടും. അപ്പോൾ വാതിൽ ലോക്കിടണം, അല്ലെങ്കിൽ മുട്ടി വരാൻ, വാതിലിൽ തട്ടി വരാൻ അനുവാദം ചോദിച്ചു വരാൻ അവരെ പരിശീലിപ്പിക്കണം. ഒന്നാമത്തെ സമയം സുബഹിയുടെ മുമ്പ്. രണ്ടാമത്തെ സമയം വഹീന തളഊന സിയാബകും മിനൽ ദഹീറ, ഉച്ചനേരത്ത് നിങ്ങൾ ചൂടെടുക്കുമ്പോൾ വസ്ത്രങ്ങൾ ഒരുപക്ഷെ കുറവായിരിക്കും ധരിക്കുക. ആ നേരത്തും ബെഡ്റൂമിലേക്ക് കടന്നു വരാൻ വീട്ടിലുള്ളവർ തന്നെ അനുവാദം ചോദിച്ചേ പറ്റൂ. സ്വന്തം വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. മൂന്നാമത്തെ അഷ കഴിഞ്ഞ ഇഷ, അഷ അത്താഴം ഭക്ഷണം, അത് കഴിഞ്ഞ ഇഷ, അതായത് ഇഷാന്റെ മുമ്പാണ് അത്താഴമുള്ളത്. അഷ കഴിഞ്ഞിട്ടാണ് ഇഷ ഉള്ളത്. അപ്പൊ ഭക്ഷണവും കഴിഞ്ഞ് ഇഷാ നിസ്കാരവും കഴിഞ്ഞ് കിടക്കാൻ നേരം അങ്ങനൊരു സമയമുണ്ട്. ആ സമയത്ത് ബെഡ്റൂമിൽ അഭയം പ്രാപിച്ചാൽ ആ ബെഡ്റൂമിലേക്ക് ഇനി മറ്റൊരാൾ കടന്നു വരാൻ അനുവാദം ചോദിച്ചേ പറ്റൂ എന്ന് ഖുർആൻ അത്രത്തോളം നമ്മെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലജ്ജ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് സൗന്ദര്യ പ്രദർശനത്തിന്റെ ഭാഗമാണ്. എന്താണ് ബ്യൂട്ടി പറയാൻ വേണ്ടി എത്ര യൂട്യൂബ് ചാനലാ. ബ്യൂട്ടി സൗന്ദര്യം പഠിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്താൽ മുഖം നല്ലോണം വെളുക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയാൻ എത്രയെത്ര ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്താൻ സ്ത്രീകൾ തന്നെ, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെ അതിനൊരുപാട് സജീവമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു പെണ്ണ് ജിഹാദ് ചെയ്ത കൂലി കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ജിഹാദുൽ മർഅത്തി ഹുസ്നു തബഉൽ, ഭർത്താവിന്റെ മുന്നിൽ അവൾ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ചമഞ്ഞൊരുങ്ങലുകൾക്ക് ജിഹാദിന്റെ കൂലിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ ലജ്ജയെ അള്ളാഹുവിന്റെ ദീന അങ്ങനെയാ പരിചയപ്പെടുത്തിയത്. ഈമാനിനോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് ലജ്ജ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങളെ പറഞ്ഞിട്ടത് പറഞ്ഞു. രണ്ടും ഈമാനിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ ഞാൻ വേഗം അവസാനിപ്പിക്കാം.
രണ്ട് കാര്യങ്ങൾ ഈമാനിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. പുണ്യനബി പഠിപ്പിച്ച ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ് അന്നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ വൽ അയ്യു ശുഅബതാനി മിനൽ ഈമാൻ. മിതമായി വർത്തമാനം പറയലും ലജ്ജയോടുകൂടിയ പ്രകടനങ്ങളും വർത്തമാനങ്ങളും ലജ്ജയും മിതമായ സംസാരവും ഈ രണ്ട് കാര്യം ഈമാനിന്റെ രണ്ട് ശിഖരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലജ്ജയില്ലാത്ത അവസ്ഥയും നിയന്ത്രണമില്ലാത്ത വർത്തമാനങ്ങളും അത് ഒരു മനുഷ്യനിൽ മുനാഫിഖിന്റെ സ്വഭാവം ഉണ്ടാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. മുനാഫിഖാവട്ടെ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ. ഖുർആൻ പറഞ്ഞത് മുനാഫിഖ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ. അപ്പൊ സംസാരത്തിന്റെ സൂക്ഷ്മതയില്ലാത്ത അവസ്ഥയും നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ബളബളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ലജ്ജയില്ലാത്ത സ്വഭാവവും അങ്ങനെ ഇരിക്കുന്ന സന്ദർഭമാണ്, അങ്ങനെയുള്ള സ്വഭാവമാണ് നമുക്കെങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമാണ്. സംസാരത്തിന്റെ സൂക്ഷ്മതയും ലജ്ജയും ഉണ്ടെങ്കിൽ അത് ഈമാന്റെ ശിഖരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കേട്ടോളൂ, മറഞ്ഞു കുളിക്കണമെന്നാണ്. കുളിക്കുന്നത് പബ്ലിക്കിൽ പാടില്ല. പബ്ലിക്കായിട്ടുള്ള കുളികള് ചില ടൂറൊക്കെ പോകുമ്പോ ചില റിസോർട്ടുകളിൽ പബ്ലിക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. എല്ലാരും അതിലാ, പരിചയമുള്ളവരും ഇല്ലാത്തവരും. ബീച്ചുകള് കുളിക്കാൻ മനുഷ്യൻ നിർലജ്ജം പബ്ലിക്കായി നിന്ന് കുളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അബൂദാവൂദ് ഇമാമിന്റെ സുനനിൽ ഒരു ഹദീസ് തന്നെ ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസി ബിലാ ഇസാർ. അര ഉടുപ്പ് ധരിക്കാതെ, തോർത്തെടുക്കാതെ. തോർത്താകുമ്പോ വലിയ തോർത്തുണ്ടല്ലോ, ചുട്ടിത്തോർത്തെന്ന് പറയും. മുട്ടിന്റെയും പൊക്കളിന്റെയും ഇടയിൽ മറഞ്ഞു തന്നെ ആണുങ്ങൾ ഉടുപ്പ് ഇട്ട് തന്നെ കുളിക്കണം എന്നുള്ളതാണ്. അര ഉടുപ്പ് ധരിക്കാതെ കുളിക്കുന്ന ഒരാളെ റസൂലുള്ളാഹി കണ്ടു. ആ സമയം അവിടുന്ന് ദേഷ്യം പിടിച്ചു. ഫസഇദൽ മിംബറ, മദീനത്തെ പള്ളിയുടെ മിംബറിന്റെ മുകളിൽ കയറിയിട്ട് ഒരു പ്രഭാഷണം നടത്തി. ഫഹമിദല്ലാഹ വസനാ അലൈഹി, ആധികാരിക പ്രഖ്യാപനം വരാൻ തുടങ്ങി. സുമ്മ ഖാല സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാന്റെ ഹബീബ് പിന്നെ പറയാൻ തുടങ്ങി. ആ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ആ ഉദ്ബോധനത്തിൽ പറയാൻ തുടങ്ങി, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യിയുൻ സതീർ യുഹിബ്ബുൽ ഹയാഅ വസിത്റാ. അല്ലാഹു ലജ്ജയുള്ളവനാ, അല്ലാഹു മറച്ച് നടക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാ. അതുകൊണ്ട് നിങ്ങൾ മറച്ച് തന്നെ നടക്കണേ, ലജ്ജയെ നിങ്ങൾ സൂക്ഷിക്കണേ. കുളിക്കാൻ പോകുന്നവൻ ഉടുപ്പിട്ട് തന്നെ കുളിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. അത് കുളിമുറിയുടെ അകത്താണേൽ പോലും അങ്ങനെയാണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. ഇനി കേട്ടോളൂ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അള്ളാന്റെ ഹബീബിന് ഒരു യാത്ര ഉണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, യാത്രയുടെ ഇടയിൽ കുളിക്കാൻ നേരം അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ ഹുദൈഫ, ഒരു തുണിക്കണ്ടം പിടിച്ചുകൊണ്ടല്ലെങ്കിൽ ഒരു മറച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു മറ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ കുളിച്ചു കഴിയുന്നത് വരെ നീ ഒന്ന് മറച്ചു പിടിക്കുമോ ഹുദൈഫ എന്ന് ഖാല റസൂലുള്ളാഹി. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മറച്ചു പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി എനിക്ക് കുളിക്കാൻ നേരം പറഞ്ഞു, ഞാനും മറച്ചു പിടിക്കാം, നീ കുളിച്ചോ എന്ന് പറഞ്ഞു. അള്ളാന്റെ ഹബീബ് എനിക്ക് മറച്ചു പിടിക്കാൻ തയ്യാറായി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടുള്ള ലജ്ജ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു രാത്രിയിൽ മഹാനവറുകൾ ദീർഘദൂരം യാത്ര ചെയ്തു. ക്ഷീണം കൊണ്ട് ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മരച്ചുവടാവട്ടെ ഒരു നദിയുടെ തീരത്താണ്. നദിയുടെ തീരത്തുള്ള ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ഉറക്കത്തിൽ മഹാനവറുകൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, സ്വപ്നസ്ഖലനമുണ്ടായി. മഹാനവറുകൾ അങ്ങനെ തന്നെ ആ നദിയിലേക്ക് ഇറങ്ങി. ആ ഇട്ടിരിക്കുന്ന അതേ വസ്ത്രം, തലപ്പാവ് പോലും അഴിക്കാതെ അവിടെ നിന്ന് മഹാനവറുകൾ ആ രാത്രിയിൽ കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് മഹാനവറുകൾ ആ ശരീരത്തിലെ വെള്ളം ഇറ്റ് വീണ് അത് ഉണങ്ങുന്നത് വരെ കാത്തിരുന്നു. അത് കഴിഞ്ഞ് മഹാനവറുകൾ വീണ്ടും ആ മരച്ചുവട്ടിൽ കിടന്നു.
ആ മരച്ചുവട്ടിൽ കിടന്നപ്പോൾ പിന്നെ ഒരൽപ്പം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന വിദ്യാർത്ഥി ജീവിതം നയിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ സുന്നത്തിനെ സൂക്ഷിച്ചല്ലോ, കുളിക്കുമ്പോൾ ഔറത്ത് മറച്ച് കുളിക്കുക എന്ന സുന്നത്തിനെ നീ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്റെ ദീനിന്റെ 4 ഭാഗത്തെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് 4 മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബലിനോട് സ്വപ്നത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. ആ നദി ടൈഗ്രീസ് നദിയാണ്. മഹാനവറുകൾ കുളിച്ച ആ നദി ടൈഗ്രീസ് നദിയാണ്. അള്ളാഹുവിനോടുള്ള ലജ്ജ നമുക്ക് ഉണ്ടായപ്പെട്ടു. ഒരു ഹദീസ് പറയാം. സിറാജുൽ മുനീർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസിൽ കാണാം, രാത്രി കാലങ്ങളിൽ നഗ്നരായി കുളിക്കുന്ന ആളുകൾക്ക് ഭ്രാന്തി എന്ന് പറയുന്ന രോഗം വരാം, മാനസിക രോഗങ്ങൾ ഉണ്ടാവാം. രാത്രിയിൽ ഇരുട്ടിന്റെ സമയങ്ങളിൽ നഗ്നരായി കുളിക്കുന്ന ആളുകൾക്ക്, രാത്രികാലങ്ങളിൽ നഗ്നരായി കുളിക്കുന്നവർക്ക്, അത് കുളിമുറിയിലാവട്ടെ എവിടെയാവട്ടെ, രാത്രിയിൽ നഗ്നരായി കുളിക്കുന്നവർക്ക് ഭ്രാന്ത് വന്നേക്കാമെന്ന് ചില ഹദീസുകളിലുള്ളതായി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ എന്നതാണ് അതിനർത്ഥം. വൃദ്ധന്മാർക്ക് ലജ്ജ നഷ്ടപ്പെടുന്ന ഒരു കാലം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധന്മാർക്ക് ലജ്ജ നഷ്ടപ്പെടുന്ന ഒരു കാലം. ബർമുഡയൊക്കെ ധാരാളം ഇപ്പൊ വിപണിയിൽ കിട്ടും. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബർമുഡകൾ കിട്ടും. ചില പിള്ളേര് ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ പള്ളിയുടെ ഇപ്പൊ അങ്ങനെ കാണലോ കുറവാണ്. ഞാൻ ചോദിക്കും, നിനക്ക് എത്ര വിസയിടാന്ന് ചോദിക്കും. അത് ഏത് ജാതിപ്പെട്ടതാണെങ്കിലും ചോദിക്കും. പൊന്നു മോനെ, അതൊരു സഹോദര സമുദായത്തിലെ കുട്ടിയാണ് ഈ പറയും, ഇതൊരു പള്ളിയാ, ഇതൊരു വലിയ പഴക്കമുള്ള എല്ലാവരും ആദരിക്കുന്ന ഒരു മസ്ജിദാണ്, ഇതിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ ബർമുഡ ഇട്ട് വരാൻ പാടില്ല കേട്ടോ, ഈശ്വരന്റെ കോപം ഉണ്ടാവൂട്ടോ എന്നൊക്കെ മറ്റുള്ള സമുദായത്തിലെ കുട്ടികളോട് പറയും. അങ്ങനെ ഉള്ള കുട്ടികളോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അവനോ അവനെപ്പോലുള്ള ഒരാളോ അതുപോലെ വരില്ല. നമ്മുടെ കുട്ടികളോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു നാണവും ഒരു ചിരിയും. അവൻ ആ സൈക്കിളെടുത്ത് അതിലൂടെ പോയിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ പിന്നെ ഇപ്പുറത്തൂടെ വരും. അവൻ പിറ്റേന്നും വരും, ഇന്ന് ചുവന്ന ട്രൗസർ ഇട്ടാവുന്നെങ്കിൽ നാളെ അവൻ നീല ഇട്ടിട്ട് വരും, വെള്ള ഇട്ടിട്ട് വരും. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന്റെ സംസ്കാരം വളരെ നാശമായിക്കൊണ്ടിരിക്കുക. എന്നാൽ സഹോദര സമുദായത്തിലെ മക്കൾ, ഇവിടെ ഒരുപാട് ജാതിക്കാർ, എല്ലാ ജാതി മനുഷ്യന്മാർ വരുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. അവരോട് പറഞ്ഞാൽ അവർ വളരെ ക്ലിയർ ആയിട്ട് അതനുസരിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഒരു 10 പേരെങ്കിലും ആ ഉപദേശം സ്വീകരിക്കും. ഒരാളോട് പറഞ്ഞാൽ. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രത്തോളം ഒരു ബോധമില്ലാതെ മനുഷ്യന്മാർ ഈ പെരക്കകത്താണെങ്കിലും, പ്രായപൂർത്തിയായ മോനും മോളും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിലും, ചെറിയ മക്കളുള്ള വീട്ടിലാണെങ്കിലും, മനുഷ്യന്മാരിപ്പോൾ ഒരു സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. പെരക്കകത്ത് ബർമുഡ ഇട്ട് നടക്കുക. ആ പരിപാടി കൊണ്ടുവരിക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കാണാം. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഅൻ അമൂത സുമ്മ അഹ്യ സുമ്മ അമൂത സുമ്മ അഹ്യ. 3 വട്ടം ഞാൻ ജീവിച്ചു മരിക്കുന്ന ആ സമയത്ത് ഞാൻ 3 വട്ടം മരിക്കാൻ വേണ്ടി അനുഭവിക്കുന്ന വേദനയും ജീവിച്ചു തീർക്കാൻ വേണ്ടി ഞാൻ അനുഭവിക്കുന്ന ത്യാഗങ്ങളും, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്റെ ഔറത്ത്, എന്റെ കാൽമുട്ടിന്റെ മുകളിലെ ഭാഗം ഒരാൾ കാണാതെ ഞാൻ എന്റെ വസ്ത്രം ഉടുക്കുന്നതിനെയാണെന്ന് മഹാനായ സ്വഹാബി, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ബോധം ഉണ്ടാവണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ കബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ആശുപത്രികളിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. ശാരീരിക അസ്വസ്ഥതകൾ, പ്രയാസമുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാ.
അള്ളാഹുവേ ലിസി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്ത് നൽകുക അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഇവിടെ കൂടിയിരുന്ന ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് പരിപൂർണ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ, മക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുക അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ബന്ധത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ നീ പൊറുക്കാത്ത തെറ്റുകളിലേക്ക് ഞങ്ങളെ ചേർക്കല്ല തമ്പുരാനെ. അള്ളാഹുവേ, ഹറാമുകളിലായി മരിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റജബും ശഅബാനും റമളാനും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകൾക്ക് നീ ഇരട്ടി പ്രതിഫലം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാ. അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.